ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗൈസ്, ഇന്ന് നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണ്. നമ്മുടെ ആ ഒരു വലിയൊരു സ്കൂൾ ട്രിപ്പിൻ്റെ. ഓക്കെ, അത്ര വലുതല്ല, അത്യാവശ്യം ഒരു 3-4 ഡേയ്സിലുള്ള ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ പലതും നമ്മൾ വീഡിയോയിൽ ഫുള്ള് കാണിക്കത്തില്ല. അപ്പോൾ ഇത് പാർട്ടായിട്ട് പല പാർട്ടായിട്ട് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കാണിക്കാനായിട്ട് പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് വാഷ് ചെയ്യാനായിട്ട് ഇവിടോട്ട് വന്നതാണ്. ഓക്കെ, അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു സർവീസ് അങ്ങ് ചെയ്യണം. അന്നേരം ബാക്കിയുള്ള പൊടിയെല്ലാം കളയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ ദൂരമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആകും. അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട സമയത്ത് അവർക്ക് ബോറടിക്കാതിരിക്കുക, അതായത് നമ്മുടെ പാസഞ്ചേഴ്സിന് ബോറടിക്കാതിരിക്കാനായിട്ട് നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കേട്ട് തുള്ളുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വാഷ് ചെയ്യുന്ന സമയത്ത് പാട്ടിടാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം ഒരു ഓഫ് ചെയ്തിട്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഒന്നും നല്ല രീതിയിൽ വൃത്തിയാക്കിയില്ല. ഓക്കെ, മെയിൻ നമ്മുടെ എക്സ്റ്റീരിയറാണ് നല്ല രീതിയിൽ പൊടി പിടിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ വണ്ടി ഫുള്ള് പൊടിയാകും. ഓക്കെ, അപ്പോൾ ഫുള്ള് ചള്ളയും കാര്യങ്ങളൊക്കെ ആയി ഫുള്ള് ചളിയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചു വിട്ടങ്ങ് പോവാം. അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ട്, നല്ല വലിയൊരു അടിപൊളിയൊരു മല. അപ്പോൾ അതിൻ്റെ മേലിലാണ് നമ്മൾ ടൂറിനൊക്കെ പോയത്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങി വരുമായിരുന്നു നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച്. ഓക്കെ, അപ്പോൾ അതേ അകത്ത് നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം നല്ല സേഫായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അവരെല്ലാം ഇറക്കി വെളിയിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഇവനെ കഴുകാനായിട്ട് കയറ്റിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡീസലും കാര്യങ്ങളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ഓടിയോണ്ട് ഇത്രയും ഡീസലൊക്കെ തീർന്നു. ഇനി നമുക്ക് അത്യാവശ്യം ഉണ്ട്, എന്നാലും ഇനി നമുക്ക് പോകുന്ന വഴിയിൽ ഒന്നുകൂടെ അടിക്കണം. ഓക്കെ, ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഒക്കെ നമുക്കിവിടെ തിരക്കാണ്. നമുക്ക് ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകാനുള്ള പെട്രോൾ പമ്പിൽ അടിക്കാം. ഓക്കെ, കാരണം അത്യാവശ്യം ഉണ്ട്. ഓക്കെ, ഒരു 60-65 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ആവശ്യമില്ല, എന്നാലും നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കുവാണ്. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ചെറിയ രീതിയിലൊരു സീനുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 വട്ടമായി നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ കൊടുത്ത് റെഡിയാക്കി. ബട്ട് പിന്നെയും ഇത് വരുന്നുണ്ട്, ചെറുതായിട്ടൊരു അതിൻ്റെ ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അത്ര സ്പീഡ് എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇഷ്യൂ, ക്ലച്ചിൻ്റെ ഇഷ്യൂ കാരണമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ സർവീസ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും കൂടെ ഒന്ന് റെഡിയാക്കണം ഇന്ന് തന്നെ. ഓക്കെ, ഇന്ന് നമ്മുടെ ബോസിന് മാത്രമേ ഉള്ളൂ ഒഴിവ്. ബാക്കി എല്ലാ വണ്ടിയും ട്രിപ്പ് പോയേക്കുവാണ്. ഓക്കെ, അതായത് നമ്മുടെ കിഡ്നാപ്പറും പോയി, സിനിസ്റ്ററും പോയി, പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പ്രെഡേറ്ററിനെയും കൊണ്ട് പോന്നു. ഓക്കെ, ഇപ്പോൾ ബോസ് മാത്രം അവിടെ ഒറ്റയ്ക്ക് നമ്മുടെ ഷെഡിൽ കിടക്കുവാണ്. ഓക്കെ, എന്തായാലും ഇവനെ അവിടെ കൊണ്ടിടണം ട്രിപ്പ് കഴിഞ്ഞുടനെ. അപ്പോൾ ഏകദേശം ഒരു രാത്രിയൊക്കെ ആവും. ഓക്കെ, അയ്യോ, ലോറിയൊക്കെ വരുന്ന വരവുണ്ടോ? അവന്മാർക്ക് അത്രയും ലോഡൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഇത്ര സ്പീഡിൽ പോകാൻ പറ്റുന്നു. അതും ഇതുപോലൊരു ഏരിയയൊക്കെ. നമ്മൾ സ്പീഡിലൊക്കെ പോവും, പിന്നെ ക്ലച്ചിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയിം ബോർഡ് ജസ്റ്റ് നമ്മുടെ ആ ടോപ്പിലെ മെയിൻ നെയിം ബോർഡില്ലേ, നമ്മുടെ കാർ ലൈനിനുള്ള, അതൊന്ന് അതിൻ്റെ പാറ്റേൺ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ അല്ല, എല്ലാ വണ്ടിക്കും നമ്മളത് മാറ്റുന്നുണ്ട്. നമ്മുടെ ട്രാവൽ ഹബിലുള്ള എല്ലാ വണ്ടിയുടെയും ഇത് നമ്മൾ മാറ്റുന്നുണ്ട്, നെയിം ബോർഡ്, അതായത് മെയിൻ നെയിം ബോർഡ്. ഓക്കെ, അതായത് വലിയ മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഫോണ്ട് മാറ്റി വെക്കുന്നതാണ്, അല്ലാതെ പേരൊക്കെ ഇത് തന്നെയാണ്. ഓക്കെ,
വണ്ടർലയിലെല്ലാം ഉച്ച വരെ കിടന്ന് തുള്ളിയിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ അടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ടിങ്ങി പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയും നേരം അവിടെ നമ്മുടെ ആ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് കിടന്ന് കുറേ തുള്ളുകയൊക്കെ ചെയ്ത്, അപ്പോൾ അതാണ് ഇത്ര ക്ഷീണം. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ പാട്ടൊന്നും വെച്ച് കൊടുക്കണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. ഓക്കെ. അത്യാവശ്യം വലിയൊരു വളവായിരുന്നു. സൈഡ് ഫുള്ള് കാടും മരവും ഒക്കെയാണ്, കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് പാട്ടിടാമെന്ന് വിചാരിച്ചതാണ്. പിള്ളേർ സമ്മതിക്കത്തില്ല. ഓക്കെ, എന്തായാലും പാട്ടൊക്കെ വെക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് എന്തൊക്കെയോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് വാ തുറക്കാൻ പറ്റത്തില്ല.
ഇത് കുറേ പോലീസ് ഇങ്ങനെ വാലവാലയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ലൈനായിട്ട് പോകുന്നുണ്ട്. എല്ലാ വണ്ടിയും ഒരുമിച്ച് ഡീസൽ അടിക്കാൻ കയറുവാണല്ലോ. ഓക്കെ, ഇങ്ങനെ പോയാൽ നമ്മുടെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ സ്ഥലം കിട്ടുമോ? ഓക്കെ, ആ ബസ് പോയിട്ടുണ്ട് എന്തായാലും. ഇനി പോലീസ് വണ്ടിയാണ്. ഓക്കെ, അവിടെയാണ് ഡീസൽ കേട്ടോ. ഓക്കെ, ഇത് 2 പോലീസുകാരുണ്ട്. എന്തായാലും അവർ പോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ പാസഞ്ചേഴ്സിനെ എല്ലാം ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി നേരെ ഈ സർവീസ് സെൻറ്ററിൽ കൊണ്ടിട്ട് ഗൈസ്. ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് സർവീസ് ചെയ്യാനായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലച്ചിൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ട്, അതൊക്കെ മാറി പുതിയ കേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ നമ്മുടെ വണ്ടിയിൽ ഒരു സബ് വൂഫർ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്താണ് സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിലൊന്ന് കേട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് നമ്മുടെ മുമ്പത്തെ കാട്ടി സൗണ്ട് ഉണ്ടോ എന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ചെക്കനപ്പോൾ അതേ ആ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഇവനെ എടുത്തുകൊണ്ട് നമുക്കങ്ങ് പോയേക്കാം. ഫുള്ള് കഴുകിയിട്ടൊക്കെയാണ് ഇവിടെ കൊണ്ടിട്ടത്. എന്തായാലും എടുത്തുകൊണ്ടങ്ങ് പോയേക്കാം നമുക്ക്. വേഗണ്ട ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് സെറ്റാക്കി. ഇനി നമ്മൾ നെയിം ബോർഡ് മാറ്റണം. അത് പിന്നൊരു ദിവസം നമ്മൾ ചെയ്യും, എല്ലാ വണ്ടിക്കും കൂടെ ഒന്നിച്ച്. അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ നമ്മളിടാം ഗൈസ്. ഓക്കെ, പറ്റുമെങ്കിൽ മാത്രം ഇടാം. ഓക്കെ, എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ വർക്കിന് നിൽക്കും, വണ്ടിയൊക്കെ ശരിയാക്കിയിട്ട് അവൻ പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ലേറ്റായിട്ട് വന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ വന്ന് വണ്ടി എടുത്തു. ഓക്കെ, അപ്പോൾ അവനൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വേണ്ടി വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടിരുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു ചെറിയ റോഡിൽ കൂടാണ് വണ്ടി പോവേണ്ടത്. അടി തട്ടുമോ? ഇല്ലില്ല. ഓക്കെ ഓക്കെ, അടി തട്ടത്തില്ല. നമുക്കെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ എക്സ്ട്രാ കയറ്റിയ ആ സബ് വൂഫറിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് കാണിക്കാം. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ നേരത്തെക്കാട്ടി നല്ല സൗണ്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേട്ട്
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ ബ്ലോക്കായിട്ടുണ്ട്. ഇവൻ പോകാത്തത് നമ്മൾ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും സൈഡിലോട്ടൊന്ന് കയറ്റി നോക്കാം. ഓക്കെ, അവൻ പോകുന്നില്ലല്ലോ. അവൻ പോയിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഒന്ന് മാറടാ. ഇച്ചിരി കൂടെ മുന്നിൽ കയറ്റി കൊടുത്താലോ? വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ ബ്ലോക്കൊക്കെ മാറ്റാനായിട്ട് വന്നതാണ്. ഓക്കെ, അത്യാവശ്യം മാറ്റിയിട്ടുണ്ട് ബ്ലോക്കൊക്കെ. അപ്പം ദേ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, അവനെ എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ ബൈ.